അത് സത്യസന്ധമാണെങ്കിലേ വർക്ക് തുടങ്ങത്തുള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയണത്. എഴുതണ എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അത് എഴുതിയായിരുന്ന ഞാൻ എന്താണത് ഇതിന് ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എന്തൊക്കെ കേട്ടെന്നറിയാം. പലതും ഈ അലവലാദികൾ കുറേ എണ്ണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് ഉടമ്പടി ഒരു ശാപം എന്ന് പറയണത്. ചുമ്മാ വഴിപോക്കന്മാരും ഈ ആലപ്പുഴയിൽ നിന്ന് മകളെ കാണാൻ വേണ്ടി പോകണം. ഇതാണ് കൃപാസനം, എന്നാൽ കയറി ഉടമ്പടി എടുത്തേക്കാൾ അങ്ങനെ കുറേ അലവലാതി ചേർത്തിമാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് 8ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയും. കാര്യം വെച്ചാൽ അവരുടെ ഉടമ്പടി വിജയിക്കത്തില്ല. കാരണം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വെക്കുമ്പോൾ തന്നെ ആക്ഷനാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോർമുല സത്യസന്ധമായതുകൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്തോളാന്നല്ലേ നമ്മൾ പറയണത്. അപ്പം ദൈവത്തിന് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ചെയ്യുക ഇല്ല എന്നുള്ളത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചിലർ മറന്നു പോകും, ചിലത് മാറ്റി വെക്കും. അങ്ങനെയല്ല സംഭവിക്കണത്. ചിലത് മറന്നു പോകും, ചിലത് നാളെ ചെയ്യാവേ ചെയ്യത്തില്ലെന്നൊന്നും പറയത്തില്ല. ചിലർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യത്തില്ല. ചിലർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്ത് 21-28 എടുത്ത്. മത്തായി 21:28. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമത്തെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. അതെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ചിലരിതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഉടമ്പടി ചെയ്യത്തില്ല. പതുക്കെ ഉഴപ്പിയും താമസിപ്പിച്ചും. കാര്യം ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച് ഘട്ടം ഘട്ടമായി ഒക്കുമ്പോൾ സമയമൊക്കെ നോക്കി ഒക്കുമ്പോൾ ഒത്തൊക്കെ ചെയ്യണില്ലേ. ഈ ഉടമ്പടിയാണ് ഏറ്റവും ഡാമേജ് ആകണത്. അതായത് നമ്മൾ സമയമൊക്കെ നോക്കി കൊച്ചും ഉറങ്ങി തള്ളയും ഉറങ്ങി പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയി ഇങ്ങനെ ഉള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വേസ്റ്റ് ടൈം വരും. അത് വിശ്രമ ടൈം അല്ല, വേസ്റ്റാണത് നിങ്ങളുടെ. ഈ വേസ്റ്റ് ടൈമാണ് കർത്താവിന് കൊടുക്കുന്നത്. കാര്യം ഇതിൽ 1-ാം സ്ഥാനം ഒന്നുമില്ല. കൊച്ചിനായിരുന്നു 1-ാം സ്ഥാനം, പിന്നെ ഭർത്താവിന്, പിന്നെ വീട്ടിലെ കാര്യത്തിന്. ഇതെല്ലാം കൂട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ഉടമ്പടിയുടെ കാര്യം ചെയ്യും. ദാറ്റ് ഈസ് നോൺസെൻസ്. ഇതിൻ്റെ സ്പീഡിലായി സംഭവിക്കുന്നത്, സത്യസന്ധത ഇരിക്കുന്ന സ്പീഡിലാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഭർത്താവിനേക്കാളും ദൈവത്തിന് കൊടുക്കണ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിന് കൊടുക്കണ കാര്യം, ഇപ്പം നമ്മൾ വീട്ടിലെ പട്ടിക്ക് ആഹാരം കൊടുക്കുക എങ്ങനെ? വീട്ടുകാരെല്ലാം തിന്ന് തീർത്ത് എല്ലാവരും എഴുന്നേറ്റ് പോയി കുറേ ബാക്കി വന്നതിന് ശേഷമാണ് പട്ടിക്കുഞ്ഞ് കൊടുക്കുന്നത്. ഇതല്ലേ ഇപ്പം നിങ്ങളും ദൈവത്തോട് കാണിക്കണത്? നിങ്ങളുടെ വീടിൻ്റെയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വേസ്റ്റ് ടൈമാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധമായി പ്രവർത്തിക്കാൻ താമസിക്കും. അവർ ഈ മരണം വരെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചെയ്യത്തുള്ളവർ. അവർ നല്ലത് ചെയ്യാൻ ദൈവം പോലും അവരെ അനുവദിക്കത്തില്ല. കാര്യം എന്താണ്? അവരെ ദൈവത്തിന് ആവശ്യമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പഴഞ്ചാക്കിനെയും കൊണ്ടുള്ളതിന് എന്തിനാ ദൈവത്തിന് ആവശ്യമില്ല. ഇവരിങ്ങനെ ചെയ്യത്തുള്ളൂ. അവരവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ആയിരിക്കും ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അത് റിജക്റ്റഡ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ഈ കായേന് സംഭവിച്ച വിഷയം അതല്ലേ. കായേന് സംഭവിച്ചത് എന്താണ്? അത് തന്നെ വിഷയമാണ്. ആബേല് കാണിക്കകളെ കൊടുക്കുമ്പോൾ
ആ ദൈവത്തിന് പ്രയോറിറ്റി കിട്ടണം. ദൈവത്തിൻ്റെ ഒരു ഭക്തനും വിശ്വസ്തനുമായി, ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിശ്വസ്തനായിരിക്കും. വിശ്വസ്തനല്ലാത്തൊരു ഭക്തനെ കുറിച്ച് ദൈവത്തിന് ചിന്തയില്ല. ഭക്തൻ വിശ്വസ്തനായിരിക്കും എപ്പോഴും. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കും. ദൈവത്തിൻ്റെ സ്വന്തമായി നമുക്കിങ്ങനെ ഈശോ വന്നപ്പോഴും ഈ വിഷയത്തിൽ ഈശോയും ഒരു നിലപാടെടുത്ത് എന്താ ഈശോ പറഞ്ഞത്? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാ വിഷയം. അത് ഒരു നിലപാടാണ്. അത് നമ്മളൊരു ദൈവമായിട്ട് ഡീല് ചെയ്യുന്ന ആൾക്കാർ കൈവരിക്കേണ്ട ഒരു നിലപാട്. മത്തായി 6:24 ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിനെയും ദൈവമല്ലാത്തതിനെയും നമ്മൾക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. എപ്പോഴും മേൽക്കൈ, ഒന്നാം സ്ഥാനവും അതിനടുത്ത സ്ഥാനങ്ങളും എല്ലാം ദൈവത്തിന് തന്നെയായിരിക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് ഇതൊരു വഴക്കായിട്ട് നിങ്ങൾ കരുതരുത്. കാര്യം നിങ്ങളുടെ ഗ്രോത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് നമ്മളെ ഒരു വിശ്വാസം തോന്നണം. അതാണ് എയിംസ്. ഇപ്പം നമ്മൾക്ക് ദൈവത്തെ വിശ്വാസം തോന്നണം അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, അല്ലേ? ദൈവത്തിന് നമ്മളെ ഒരു വിശ്വാസം തോന്നണം. ദൈവത്തിന് നമ്മളെ എങ്ങാനും വിശ്വാസം തോന്നിയാൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യണത്. ദൈവം നമ്മൾ പറയണ വിഷയങ്ങളുമല്ല, നമ്മൾ പറയുന്ന വിഷയം പലതും ദൈവദർശനത്തിൽ കോമഡിയായിട്ടേ വരത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര അധികമായി നന്മകൾ നൽകുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ലൂക്കാ 11:13 മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ദൈവം നൽകണ വിഷയം നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രീതിയിലല്ല, എൻ്റെ മോഡ് വേറെയാണ്. നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കുന്നു. ഇപ്പം അമ്മ സ്ക്രൂ ചെയ്ത് മകനെ സ്ഥലം മേടിക്കുക, അത് ഇട്ടും പോയ കുഴപ്പമാണ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി, അതിൻ്റെ ഇതിലുണ്ട്. ചിലപ്പോൾ ആ സ്ഥലം മേടിക്കാമെന്ന് കേൾക്കുമ്പോൾ കളങ്കമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്ത് കളങ്കം ഉണ്ടാകും. അമ്മ ഉദ്ദേശിക്കുന്നത് മൂത്ത മകളെ തല്ലിപ്പിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിരിക്കും, അറിയത്തില്ല. അതിന് വിഷയം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്കതിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം ആ കുടുംബം എങ്ങനെ കലക്കാൻ പറ്റും? ആ വീട്ടിൽ നിന്ന് അവനെയും അവളെയും പൊക്കിക്കൊണ്ടുവന്ന് തൻ്റെ വീടിൻ്റെ അടുത്ത് താമസിപ്പിക്കാൻ വേണ്ടി അമ്മ നേരത്തെ സ്ഥലം മേടിച്ചിടുകയാണ്. ഈ സാധനമൊക്കെയാണ് ഉടമ്പടി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വീടുകാർ തല്ലുമ്പിക്കുവാറ്. അതാണ് സംഭവിക്കുന്നത്. നിഷ്കളങ്കത എന്ന് പറഞ്ഞ ഇതാണ്. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കി ഉയർത്തി ഇവിടെ നിർത്തിയതിന് അമ്മ മാതാവിനും യേശുവപ്പയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ വരുന്നത് ചമ്പക്കുളം അമിച്ചേരി എന്നാണ്. ഞാൻ കൃപാസനം അറിഞ്ഞ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്ന ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ആകെ ഉഴപ്പായി, ഭയങ്കര കടമായി, ആകെ ഒരു ബുദ്ധിമുട്ടിൽ, ടെൻഷനായി, പലിശയ്ക്കും ബാങ്ക് ലോണും അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര കടത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ഉറക്കമില്ലായ്മ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണ്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കൃപാസനത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ കൃപാസനത്തിലെ പത്രം കിട്ടി. അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം അത് എൻ്റെ ഇത് ഞാനിനി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ നശിച്ചു പോകും, എനിക്ക് മെൻറ്റാലിറ്റിയൊക്കെ മാറി തുടങ്ങി, വേറെയൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ ഒരു കൃപാസനം പത്രം കിട്ടി. അമ്മ അതെൻ്റെ തലേണയുടെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാനിങ്ങനെ കിടന്നപ്പോൾ എന്തോ തലയെ മുട്ടി ഞാൻ ആ പത്രം എടുത്ത് എൻ്റെ സൈഡ് ടേബിളുണ്ട് അവിടെ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ അതെടുത്ത് ബെഡ്ഷീറ്റിനടിയിൽ കയറ്റി വെച്ചു. അപ്പോൾ അതും ഞാനിങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പത്രം ഇരിക്കുന്നു, അത് ഞാൻ വീണ്ടും എടുത്ത് സൈഡ് ടേബിളിനടുത്ത് വെച്ചു. മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കമില്ല, കാരണം ടെൻഷനും കാര്യങ്ങളും. എനിക്ക് രാത്രിയായിരുന്നു കൂടുതൽ ഇഷ്ടം, കാരണം പകൽ ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം പിറ്റേ ദിവസം ഈ കടവടയ്ക്കാനോ ആരെങ്കിലും വന്ന് ചോദിക്കുന്നു, ശല്യവും ആൾക്കാരെ കാണുന്ന ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ മാനസികമായി തകർന്നിരിക്കുന്ന സമയമായിരുന്നു. അന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഈ ഫാനിൻ്റെ സൗണ്ടും ഇതുമെല്ലാം നന്മ നിറഞ്ഞ മറിയുമ്പോൾ അങ്ങനെ ഒരു പ്രെയർ പോലെ ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ആ പ്രെയറൊന്നും എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ചർച്ചിലെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് അറിയാം, മീൻസ് കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെ കേട്ട് പരിചയം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ ഉറക്കമേ വരുന്നില്ല, ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥനയുടെ പോലെ. അപ്പോൾ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഞാൻ ഈ പത്രം എടുത്ത് ഞാൻ സ്വന്തമായിട്ട് തലയണക്കടി കയറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പരിചയമൊന്നുമില്ല. ഇവിടെ ചോദിച്ചപ്പോൾ ഉടമ്പടി എടുക്കണം, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് തിരക്കൊന്നും അധികം ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ ഈ ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ കുറേ ജോലി നോക്കി. ഞാൻ പണ്ട് ഗൾഫിലുണ്ടായിരുന്നു, അവിടെ അന്വേഷിച്ചു. പിന്നെ പുറത്ത് മീൻസ് ഇവിടെ നാട്ടിൽ അന്വേഷിച്ചു. കുറേ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫ് പറ്റാവുന്ന രീതിയിലെല്ലാം ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് അടയ്ക്കാമല്ലോ എന്നുള്ള രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടി. ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജോലി കിട്ടി എറണാകുളത്ത്. പക്ഷേ ഞാൻ ഉടമ്പടി അത്ര എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു, പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അമ്മ പക്ഷേ ഈ ഉടമ്പടി പുസ്തകം വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് റെഗുലറായിട്ട് അമ്മ പ്രാർത്ഥിക്കും, ഞാൻ ആ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങും. എന്നിട്ട് അമ്മ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തൈലം വെച്ച് എന്നെ കുരിശ് വരച്ചിട്ടൊക്കെ പോവും, ഞാൻ കിടന്ന് ഉറങ്ങും. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ജോലി കിട്ടി എറണാകുളത്ത്. അപ്പോൾ എറണാകുളത്ത് എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകണേ. അന്നപ്പോൾ ഇവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകണേ. പക്ഷേ എന്നാലും എനിക്കറിയാം ഞാൻ ഉഴപ്പായിരുന്നു, അത്ര പോരാ എന്നുള്ളത്. അപ്പോഴേക്കും ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ജോലി നഷ്ടമായി. അവരെന്നോട് പറഞ്ഞ റീസൺ ഇത് തന്നെ, നീ അത്ര പോരാ എന്നുള്ളത്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല, പക്ഷേ അത് വേറെ എന്തോ ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ഈ എൻ്റെ മനസ്സിൽ തോന്നിയ സെയിം റീസൺ അവരും പറഞ്ഞു, ആ ജോലിയിൽ നിന്ന് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചാളോടെ അങ്ങനെ പോയി, ഒരു 2 മാസം 1.5 മാസം കൂടെ പകുതിയോളം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഉടമ്പടി പുതുക്കാറായി. അപ്പോഴത്തേക്കും ഞാൻ വന്ന് വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരുവല്ലയിൽ ഒരു ജോലി കിട്ടി. അത് ഞാൻ പറഞ്ഞ ശമ്പളത്തിന് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അന്നപ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു, ആ ചാപ്പലിൽ കയറി ഡെയിലി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നപ്പോഴത്തേക്കും അവിടെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉടമ്പടി എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, പത്രം കൊടുക്കുന്ന കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ കുറച്ചുകൂടെ ഒരു അറിവായി. അതുപോലൊക്കെ ഞാൻ പയ്യെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പഴയ കമ്പനി ഗൾഫിൽ നിന്നൊരു വേക്കൻസി വന്നു. അവിടെയൊക്കെ ഞാൻ നേരത്തെ വിളിച്ച് കുറേ അന്വേഷിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി വന്നു. അവരൊരു 3 മാസം ടൈം എടുത്തു. ആ സമയത്ത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ജോലി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഗൾഫിലേക്ക് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ കുരിശ് വരച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. ഗൾഫിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫിലോട്ട് പോകാൻ അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥനയിലായിരുന്നു. സെക്കൻഡ് ഉടമ്പടി പുതുക്കി ആ സമയത്ത് നിൽക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ ഗൾഫിൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ കടങ്ങളൊക്കെ കുറച്ച് വീട്ടാൻ സാധിച്ചു. അപ്പോഴേക്കും എനിക്കൊരു ജപ്തി നോട്ടീസ് പോലൊരു നോട്ടീസ് വന്നു. അപ്പോൾ അത് 2 lakh എന്തോ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ ലോണിൻ്റെ ഫുൾ എമൗണ്ട് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യത്തോളം എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ 2 lakh ഇപ്പോൾ അത്യാവശ്യമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു ജപ്തി നോട്ടീസ് വന്നു. അപ്പോൾ ഒരു രക്ഷയില്ല. ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാ മാസവും എൻ്റെ കിട്ടുന്ന പൈസ ലോണിലോ അതിലൊക്കെ അടച്ചു പോകുന്നതുകൊണ്ട് ഒരു സേവിങ്സ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്
ഞാൻ അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ഗൾഫിൽ ഓൾറെഡി ഞാൻ എല്ലാവരോടും ഇവിടെ കൃപാസനത്തിൽ വരുന്ന കാര്യവും ഇവിടുത്തെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വരുന്ന ആണെന്നൊക്കെ. അന്നപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ എനിക്ക് പൈസ തന്നു, ഒരു 2 ലക്ഷം രൂപ. ഒറ്റ ചോദ്യം പെട്ടെന്ന് തന്നു. അപ്പോഴേക്കും അവൻ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നീ പറയുമായിരിക്കും, ചിലപ്പോൾ അമ്മ മാതാവിൻ്റെ കെയർ ഓഫ് കിട്ടിയതായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നാക്കാന്ന് പറഞ്ഞാൽ അവൻ തന്നു. അങ്ങനെ അത് സെറ്റിൽ ചെയ്തു. അപ്പോഴേക്കും ഞാൻ പിന്നെ അവിടെ തന്നെ ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഇവിടെ എന്താ പറയുക, അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നും മാറി, ഞാൻ പേറോൾ സെക്ഷനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറി, ഞാൻ അക്കൗണ്ട്സാണ്, അപ്പോൾ പേറോൾ സെക്ഷനിലായതുകൊണ്ട് അവിടുന്ന് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതി കിട്ടണമെന്നുള്ള രീതിയിൽ എഴുതിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അന്നപ്പം അങ്ങനെ എഴുതിയിട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് ജോലിയും കിട്ടി. സെക്കൻഡ് ജോലി ഇപ്പോൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പൈസ ഞാൻ എല്ലാ പ്രാവശ്യവും ലോണിലോട്ട് അടച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് സേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ പൈസയും മറിക്കാനായിട്ട് എനിക്കൊരു ടൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഉടമ്പടി തീരുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടി, പുതിയ ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ സെറ്റിൽമെൻറ്റ് വെച്ച് ഇവൻ്റെ ഇതും സോൾവ് ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ ഫെബ്രുവരി 3 2 വൈകിട്ട് പുതിയ ജോലിക്ക് വേണ്ടി ഒമാനിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ക്രിയാറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് മെഡിക്കൽ, ക്രിയാറ്റിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അറിയാം, ക്രിയാറ്റിനും ഷുഗറൊക്കെ ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മെഡിക്കലിനൊക്കെ ഇഷ്യൂ ആവും. അപ്പം അതും ഞാൻ പ്രാർത്ഥനയിലൂടെ, അപ്പോൾ വേറെ മെഡിസിനോ ഒന്നും കഴിക്കാതെ ഞാൻ ആ ഉപ്പും തൈലവും മറ്റേ തേനും മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ വെച്ച് മെഡിക്കൽ എടുത്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ എടുത്തു ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു, അങ്ങനെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ല ക്രിയാറ്റിൻ ഇങ്ങനെ അനാവശ്യമായിട്ട് കൂടേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തു. അതും ഞാൻ ഇവിടെ വന്ന് മറ്റേ ഉടമ്പടി എടുത്തതിന് ശേഷം, അപ്പോൾ അവിടുത്തെ ഉടമ്പടി തീർന്നു. ഇവിടെ വന്ന് പുതിയ ഉടമ്പടി ഇവിടെ നേരിട്ട് വന്ന് എടുത്തതിന് ശേഷമേ ഞാൻ ചെക്കിങ്ങിന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടെ വന്ന് ഉടമ്പടി 3 ദിവസം മുന്നേ ഉടമ്പടി എടുത്ത് പുതുക്കി. എന്നിട്ട് ടെസ്റ്റിന് പോയി, എല്ലാം നോർമലാണ്, കുഴപ്പമില്ല. മെഡിക്കലും എല്ലാം ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും സുഖമായി. 2 ഈവനിങ് ഞാൻ വീണ്ടും തിരിച്ച് ഗൾഫിന് പോവാണ്. അന്നപ്പം ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് സുഗന്ധാഭിഷേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് എല്ലാവരും പറയും മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. എനിക്ക് വന്നിട്ടുള്ളത് ഒരു പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ആ സ്മെല്ല് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാവശ്യം ഇവിടുന്ന് ചങ്ങനാശ്ശേരി ജോലിക്ക് പോകുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയോട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുരിശയുടെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വെച്ചേക്കുന്നു മറ്റേ നമ്മുടെ റോസാപ്പൂ, ഒരു ഡാർക്ക് റോസാപ്പൂ. അപ്പോൾ ഞാനതങ്ങനെ സ്മെല്ല് ആരോ കൊണ്ടുവച്ചാൽ സ്മെല്ല് നോക്കി ഈ സെയിം സ്മെല്ലാണ് എനിക്ക് അവിടെ കിട്ടിയത്. അപ്പം എല്ലാവരും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് പറഞ്ഞ് എനിക്ക് പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തിരുവല്ല ജോലി ഉണ്ടായ സമയത്ത് ഇവിടെ നിന്ന് മങ്കമ്പിയിൽ നിന്ന് അങ്ങോട്ട് പോണ വഴിക്ക് എപ്പോഴും ഇങ്ങനെ നാഥ വരണമേ എന്നുള്ള പ്രാർത്ഥന ചുമ്മാ ഇങ്ങനെ പാടിക്കൊണ്ട്, അതുമാത്രം ആ 2 ലൈൻ മാത്രം പാടിക്കൊണ്ട് പോകും. അങ്ങനെ പാടിക്കൊണ്ട് പോയ സമയത്ത് ഒരു പ്രാവശ്യം വഴി വെച്ച് ഒരാൾ എന്നെ കൈ കാണിച്ചു, ഒരു 25-30 വയസ്സുള്ളൊരു പുള്ളി. അപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചപ്പോഴത്തേക്കും അന്ന് ഹെൽമെറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാലം. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തവരെ അങ്ങനെ വണ്ടിയെ കയറ്റാറില്ല, കാരണം ചെക്കിങ് കൊണ്ട പ്രശ്നം. അപ്പോൾ പുള്ളിയുടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വണ്ടിയെ കയറ്റിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയുള്ള സമയം, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നു. അപ്പോൾ അവനവിടെ നിർത്തിയേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പുള്ളി ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിർത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ ബാഗിനകത്ത് കരുതിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ കോട്ടിട്ടും പുള്ളി പറഞ്ഞു ഞാനും പുറകെ കയറിക്കോട്ടെ, ഞാനും കൂടെ വന്നോട്ടേയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, പക്ഷെ നനയുമോ, ചെറിയ മഴയേ ഉള്ളൂ, അങ്ങനെ വലിയ മഴയില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പുറകെ ഇരുന്നോളാം. അന്നപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ പുറകെ കയറി. അപ്പോൾ എൻ്റെ ബുള്ളറ്റിൻ്റെ റൈറ്റ് സൈഡിലെ മറ്റേ ഫുഡ് റെസ്റ്റിങ്ങിന് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളിയുടെ കാല് പൊള്ളുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ പുള്ളി ഇങ്ങനെ ഒതുങ്ങി പയ്യെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു വെയ്റ്റ്ലെസ്, വണ്ടിയിൽ ഒരാൾ കയറിയ പോലൊരു ഫീല് തോന്നുന്നില്ല, വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. അന്നപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നു നീ ഇപ്പോൾ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ, അപ്പോൾ ഇയാൾ ചങ്ങനാശ്ശേരിയില്ല, ഞാൻ തിരുവല്ലയ്ക്ക് അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിയണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കണ്ടില്ലെങ്കിൽ നിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇത് ഒരു ദേവപുത്രനാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ ചിന്തിക്കുക. പക്ഷേ ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ ഇയാൾ എൻ്റെ പുറയിലില്ല. ഞാൻ കുറേ ദൂരം, ഞാൻ പെട്ടെന്ന് വിറച്ചു, ഭയങ്കര ഇതായി. ഞാൻ കുറേ ദൂരം പുറകോട്ട് വണ്ടി ഓടിച്ചു വന്നു, കാരണം എങ്ങാനും വഴി വല്ലതും വീണാണോ, അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സുഗന്ധാഭിഷേകം ഞാനിവിടെ ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരുന്നതിന് മുന്നേ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ വെളുപ്പിനെ ഒരു 5 മണിയും കണ്ടായപ്പോഴത്തേക്കും ഈ സെയിം സുഗന്ധം, അത് ഉറക്കത്തിലാണ്, ഈ സ്മെല്ല് കറക്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കിട്ടുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ
ഉണർന്നല്ല, ഉറക്കത്തിൽ തന്നെ എൻ്റെ കയ്യിൽ ഒരു ലേഡി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സുണ്ട്. അവർക്കും സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ ഇവർ പിടിച്ച്, അപ്പോൾ ഞാനവിടെ ഒരു മാതാവിൻ്റെയും യേശുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് തിരുവോസ്തിയിൽ ഇങ്ങനെ യേശുവിൻ്റെ ഒരു റിയൽ ഫേസ് പോലെ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാമായിരിക്കും, റിയൽ ഫേസ് ഓഫ് ജീസസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ രൂപം, അത് ആ ഫേസ് മാത്രം എനിക്കിങ്ങനെ അതിൻ്റെ അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ലേഡി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പക്ഷെ കിടന്നപ്പോഴത്താണ് ഞാനത്തെ എന്നെ വിളിച്ച് കാണിച്ച ഒരു ലേഡിയുടെ കൈ ഞാൻ കണ്ടു. അപ്പോൾ അത് അമ്മമാതാവായിരിക്കും, കാരണം എൻ്റെ കൂടെ 2 ഫ്രണ്ട്സിന് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുളിച്ച് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഇതെല്ലാം ഞാൻ പ്രെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ അന്യമതസ്ഥരാണ്, പക്ഷേ എന്നാലും കുരിശൊക്കെ വരച്ചിട്ട് അവരുടെ രോഗസൗഖ്യം മാറിയിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കുറേ പേർക്ക് ജോലി പോകാൻ പോയ കേസുകൾ മാറിപ്പോയ കേസും അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ എൻ്റെ ഈ അസുഖത്തിൻ്റെ കേസിലെല്ലാം വന്നപ്പോഴേക്ക് ഞാൻ ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം അവരോട് പറഞ്ഞു കിഡ്നിയുടെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കും, അത് കാരണം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതാവും. പക്ഷെ അന്നപ്പോഴൊക്കെ ഞാൻ ഉപ്പും കഴിക്കരുതെന്നാ, എങ്ങനെയെങ്കിലും ക്രിയാറ്റിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ സോൾട്ടൊന്നും ഉപയോഗിക്കരുത്. പക്ഷെ ഞാൻ ഉപ്പും ഈ തൈലവും ഇതും മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും എന്നെ എന്താ പറയുക, എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലാണെങ്കിലും കൂടി എനിക്ക് സ്പിരിച്വലായിട്ട് ഭയങ്കര ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒരു പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങി. പണ്ട് ഇൻ്റർവ്യൂവിൽ ലെന പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പണ്ടും ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു, റേഡിയോ തരംഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് റിസീവ് ചെയ്യാൻ പറ്റിയ മോഡമാണ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങിയത്. പലരും പറയും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ, പക്ഷേ അങ്ങനെ റിസീവ് ചെയ്യാനുള്ള മോഡമായി നമ്മൾ മാറണം. നമ്മൾ മോൾഡായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ റിസീവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് എല്ലാവിധ നന്മകളും നൽകിയ എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിപ്പിക്കും. 1000 നന്ദി. വലിയവനായ കർത്താവിനും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ലിയ കൊച്ചുമ്മൻ. ഞാൻ ചെങ്കുളം, കൊല്ലം ജില്ലയിലെ ചെങ്കുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബിജോയ് രാജ്, ഇതെൻ്റെ മോൻ അസ്രിയേൽ ജോസഫ് ബിജോയ്, എൻ്റെ പപ്പ. ഞങ്ങൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 22/2/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ പപ്പ തന്നെയാണ്. 2023 ഫെബ്രുവരിയിൽ 2-ാം തീയതി പപ്പയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, പെട്ടെന്ന് തലയിറങ്ങി, മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പാൻസൈറ്റോപീനിയാണോ എന്നൊരു ഡൗട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞു. കാരണം ബോൺമാർ ഒട്ടും അനങ്ങുന്നില്ലായിരുന്നു, ഒരു സെൽസ് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മൾ 5-6 ബാഗ് പ്ലേറ്റ്ലെറ്റ് ഇട്ടാലും പിറ്റേ ദിവസം അത് വീണ്ടും 5000 തന്നെ എത്തും. ആ ഒരു സമയത്ത് എപ്പോഴും ഞാൻ ആ സമയത്ത് കുവൈറ്റിലായിരുന്നു. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും കാണുന്ന കൃപാസന മാതാവിൻ്റെ ഓരോരോ പോർഷൻസ് ഓരോരുത്തരിടുന്നതായിട്ട് കാണാറുണ്ട്, വീഡിയോസ്. അതെടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. പപ്പേനെ കാണാൻ രാവിലെ മാത്രമേ അനുവാദമുള്ളൂ. ഐസൊലേഷൻ ICUലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പപ്പയ്ക്ക് എപ്പോഴും ചെന്നിട്ട് പറയും, യഹോവയുടെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും, അതുകൊണ്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയും. എന്നെ കാണുമ്പോൾ മാത്രം പപ്പ എപ്പോഴും കരയും. പപ്പയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ക്യാൻസറാണെന്നൊന്ന് ഡൗട്ടുണ്ട്, കാരണം ബോൺമാരോ സെൽസോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഒത്തിരി നീളമുള്ള മുടിയായിരുന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞു, കർത്താവേ, ഞാൻ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് എൻ്റെ മുടി ഡൊണേറ്റ് ചെയ്യാം, എൻ്റെ പപ്പയ്ക്കൊരു പ്രശ്നം വരുത്തരുതെന്ന്. 21/2/2023 പപ്പ ഡിസ്ചാർജായി. 22/2/2023 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. ആ സമയത്തൊക്കെ മാതാവിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നു. കാരണം ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി കൊണ്ടുവന്ന് കൃപാസനം പത്രം തന്നു. എന്താ ചേച്ചി കിട്ടിയിട്ടുള്ള അത്ഭുതം എന്ന് ചോദിച്ചപ്പോൾ, മോളെ ഞാൻ എഴുന്നേറ്റ് നടക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പോയി. പെട്ടെന്ന് പത്രം ഞാൻ പപ്പയുടെ തലയണയുടെ അടിയിൽ തന്നെ വെച്ചു. മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് പപ്പയ്ക്ക് പിറ്റേന്ന് മുതൽ തന്നെ സെൽസ് എല്ലാം കൂടാൻ തുടങ്ങി. നമ്മളെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹസ്ബൻഡും പപ്പയും ഭയങ്കര കൂട്ടുകാരെ പോലെയാണ്. ആൾ പറഞ്ഞു, ഞാൻ പപ്പേനെ കണ്ടില്ലല്ലോ, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ കമ്പനിയിൽ പറഞ്ഞു ടെർമിനേറ്റ് ആവും, കാരണം ഈ ഒരു സമയത്ത് ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല,
30 ദിവസത്തെ നോട്ടീസ് തരികയാണെന്ന് പറഞ്ഞു. പക്ഷെ ആളത് കേട്ടില്ല. എനിക്ക് ടെർമിനേഷൻ ആയാലും പ്രശ്നമില്ല, ഞാൻ പോയി പപ്പേനെ കാണുവാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഹസ്ബൻഡ് നാട്ടിൽ വന്നു, പപ്പേനെ കണ്ടു. ആളുടെ ജോലി പോയി. 30 ദിവസത്തെ നോട്ടീസാണ് കൊടുത്തേ. ഞാൻ കുവൈറ്റിൽ തന്നെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ എന്നെ വിളിച്ച് പറയുന്നത്, എടി എനിക്ക് ജോലി കിട്ടി. 15 ദിവസത്തിനകം തന്നെ അച്ഛൻ അതിനേക്കാളും കൂടുതൽ സാലറിയിൽ ജോലിക്ക് കയറാൻ ദൈവം ഇടവരുത്തി. മാതാവിൻ്റെ മധ്യസ്ഥതയാൽ അത് നേടിയെന്ന് വേണം പറയാനായിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ വീണ്ടും 13/12/2023 ഡിസംബർ 12-ന് ഞാൻ 13-ാം തീയതി ഞാൻ വീണ്ടും വന്നു. വീണ്ടും ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ വന്ന് എല്ലാ പ്രാവശ്യവും വരുമ്പം ഞാൻ 4-5 ലിറ്റർ ഒലിവ് ഓയിൽ കൊണ്ടുവരും. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ഈ ഒലിവ് ഓയിൽ എപ്പോഴൊക്കെ ആരുടെയൊക്കെ കയ്യിലെത്തുന്നോ അവരൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അത്ഭുതം പോലെ എനിക്കും അതുപോലെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും സാധിച്ചു തരണം എന്ന്. അതേ പ്രാവശ്യം തന്നെ പിറ്റേ പ്രാവശ്യം ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു 4 മാസത്തിന് ഉടമ്പടി പുതുക്കി 4 മാസത്തിന് ശേഷം എനിക്ക് 11 വർഷമായിട്ട് എൻ്റെ ജോലിയിൽ ഒരു മാറ്റം ഇല്ലാതിരിക്കുമായിരുന്നു കുവൈറ്റിൽ. അതിന് പ്രോജക്റ്റ് വിസയായിരുന്നു. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. ഏറ്റവും മികച്ച സാലറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അതൊരു വലിയ അത്ഭുതമായിട്ട്, കാരണം കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പ്രോജക്റ്റ് വിസ മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി 4-ാം മാസമായപ്പോൾ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാവർക്കും ആ വിസ മാറ്റി കിട്ടുകയും മിനിസ്ട്രി ജോലി കിട്ടുകയും ചെയ്തു. ഏറ്റവും നല്ല സാലറിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്, കാരണം അത് ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വരുന്ന സമയത്ത് എനിക്കൊരിക്കലും എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അലർജി പേഷ്യൻ്റാണ് ഞാൻ. സിവിയറായിട്ട് പൊടി അടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒത്തിരി മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. കാരണം പൊടി അടിച്ചാൽ അപ്പോൾ സ്കിന്നിൽ തൊട്ടാൽ അപ്പോൾ എനിക്ക് ചൊറിഞ്ഞും ദേഹത്തെല്ലാം ചുമന്ന് വരും. ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചില ഫുഡ്സൊക്കെ ഭയങ്കരമായിട്ട് അലർജറ്റിക്കാണ്. കാരണം ചക്കയൊക്കെ കഴിക്കാൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര കൊതിയാണ്, പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി പുതുക്കി അത് ഫസ്റ്റിലത്തെ ഉടമ്പടി എടുത്തു. ആദ്യം എനിക്ക് മാറി കിട്ടിയത് എൻ്റെ അലർജിയും 7 വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയും എൻ്റെ കാലുവേദനയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ മോനെയും കൂട്ടിയിട്ടാണ് വന്നത്. ഹസ്ബൻഡ് ആ സമയത്ത് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മോനെ കൂട്ടി വന്നു. ഞാൻ അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ആ സമയത്ത് കിട്ടി. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഒരുപാട് നാളായിട്ട് ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അച്ഛാ, എനിക്കത് സാധിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ലോണൊക്കെ സെറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചൊരു കാശ് രൂപം തന്നു. ഞാനത് കല്ലിടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ കാശ് രൂപം കൂടി ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അറിയില്ല, അത്രയ്ക്കും അത്ഭുതങ്ങളായിരുന്നു അതെനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു, ഇതെങ്ങനെ വെള്ളം കിട്ടുമോ, ഈ വെള്ളത്തിന് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ എപ്പോഴൊക്കെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് മഴ പെയ്തിട്ടുണ്ട്. എനിക്ക് മാതാവിൻ്റെ മധ്യസ്ഥയാൽ എനിക്ക് വെയിൽ വേണ്ടുന്ന സമയത്ത് വെയിൽ, മഴ വേണ്ടുന്ന സമയത്ത് മഴ ഒക്കെ തന്നെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊരു ദിവസമായിരുന്നില്ല പാലുകാച്ച് ഹൗസ് വാമിങ് നടത്താൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എൻ്റെ ബ്രദറില്ല പോകുന്ന ദിവസവും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ അത് മാതാവിൻ്റെ ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച തന്നെ വന്നു. കഴിഞ്ഞ 20-ാം തീയതി, ഈ 20-ാം തീയതി ജനുവരി 20-ാം തീയതിയാണ് എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് നടന്നത്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള എൻ്റെ മമ്മിക്ക് കിട്ടിയ സൗഖ്യം, എൻ്റെ മോൻ്റെ എല്ലാം എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും ഫേസ്ബുക്കിലും മറ്റും കാണുന്നവർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കും. ആവശ്യമുള്ളവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ ഒരു വളർച്ചയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ ഒന്നും ഞാൻ പണ്ട് എപ്പോഴും കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാനില്ല. കാരണം ഇവിടെ വന്നാൽ നടക്കുമല്ലോ, അല്ല ഇത്തിരി താമസിച്ചാലും സാരമില്ല, പള്ളി പോകുമ്പോൾ അത് സാധിക്കുമല്ലോ, ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ടല്ലോ, പുതുക്കാൻ പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലും ഇനിയുള്ള സാഹചര്യങ്ങൾ, ഇനി ഒരു ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഈ ഒരു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് ഇതിനകത്ത് നൽകാനുള്ളൂ.
ഞാൻ എപ്പോഴും ദൈവത്തിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന പോലെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ ദൈവത്തിലായിരിക്കാൻ തക്കോണം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ശ്രമിക്കും. ദൈവത്തിനും എൻ്റെ മാതാവിനും 1000 നന്ദിയും കടപ്പാട് ഈ ഒരു സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ.